നസ്ലൻ സന്ദീപ് ഹാഷിർ. ഓക്കെ, അതും പറയേണ്ട പേരാണ് ഇപ്പൊ. ഈ കൂട്ടത്തിൽ റെയ്ബാൻ വെച്ച് ലാലേട്ടനെ പോലെ മുണ്ട് മടക്കി കുത്തിയ ആരാണ് മാസ്? പടച്ചോനെ, അത് വൻ പ്രശ്നവും. കാര്യം ഇവർക്കൊക്കെ വെച്ചാൽ വൻ ഫോളോവേഴ്സാണ്. ആരെങ്കിലും പേര് ഞാൻ പറഞ്ഞെന്ന് ഓർത്തു, തീർന്നു. പിന്നെ ഇവന്മാര് ഭയങ്കര ഇതായിരിക്കും. പിന്നെ വന്നിട്ട് ഇതിനെ ഏത് രീതി കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഹ്യൂമർ രീതിയിലുള്ള ഒരു മാസ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആഷിർ പ്രോഗ്രാം കയ്യടി 3 പേർക്കും വീഴും. ഞാൻ പറഞ്ഞ അന്നത്തെ സെഗ്മെന്റ് എന്ന് വെച്ചാൽ വേറൊരു തരം മാസല്ലേ. ആ ഒരു മാസം ഇപ്പൊ ഇല്ല ബ്രോ. സത്യം. നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഒന്നും എന്താ ലാലേട്ടൻ മമ്മൂക്ക ചെയ്ത മാസം ചെയ്യാതെ? കാരണം നമ്മുടെ കാലഘട്ടം മാറി. ആ മാസമായിട്ട് നമ്മൾ ഇനി വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അതല്ല ഇന്ന്. കാരണം നമ്മുടെ മാസിന്റെ ഡെഫിനിഷൻ മാറി. മാസിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടി റിലേറ്റബിൾ മാസാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടം. മറ്റേ ലാർജ് ദാൻ ലൈഫ് ഫിഗർ എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം, പ്രത്യേകിച്ച് നമ്മളൊക്കെ എങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു സാധനമുണ്ട്. കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ ഫോളോയിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ ഈ കൂട്ടത്തിൽ ഷെയ്ൻ നിഗം ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റയിൽ ആരെയൊക്കെ? നസ്ലൻ. ഓക്കെ, ഈ കൂട്ടത്തിൽ ആർക്കാണ് ജെൻസി ഫീമെയിൽ ഫാൻ ബേസ് കൂടുതൽ? ഭയങ്കര പണിയാണ്. 3 പേർക്കുണ്ട് ഇപ്പൊ. 3 പേർക്കുണ്ട്. ഓക്കെ, ഷെയ്ൻ നിഗത്തിനുള്ളതിനേക്കാൾ കൂടുതലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവും, ചിലപ്പോൾ അറിയില്ല.